അറിയപ്പെടുന്നത്. ആ ശുംഭനിശുംഭന്മാരുടെ ചരിതം നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. ഈ ശുംഭനിശുംഭന്മാരുടെ സഹോദരന്മാരായിരുന്ന ഒരാളുണ്ടായിരുന്നു. ബാഷ്കളൻ എന്ന് പറയുന്ന ഒരു അസുര പ്രമാണി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ ഇന്നലെ മഹിഷാസുര ചരിതം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. മഹിഷാസുരന്റെ മന്ത്രിമാരിൽ പ്രധാനിയായിരുന്ന ആളായിരുന്നു ബാഷ്കളൻ. ആ ബാഷ്കളനെ അവിടെ മഹിഷാസുര മർദിനിയായ സാക്ഷാൽ മഹാലക്ഷ്മിയായി വന്ന ഭഗവതി നിഗ്രഹിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള സ്വന്തം സഹോദരനെയും അത്തരത്തിൽ ദേവി നിഗ്രഹിച്ചതോടുകൂടി തങ്ങളുടെ മുത്തച്ഛനായിട്ടുള്ള ആ ഹിരണ്യാക്ഷനെയും വിഷ്ണു ഭഗവാൻ നിഗ്രഹിച്ചതോടുകൂടി ദേവന്മാരോടുള്ള ശത്രുത വളരെ കൂടുതലായി വർദ്ധിച്ചു വന്ന ശുംഭനിശുംഭന്മാര് നേരെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ തപസ് ചെയ്യാനായിട്ട് ഇവർ നേരെ ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. ആ ബ്രഹ്മദേവൻ തപസ്സിനൊടുവിൽ ഇവർക്ക് വരം നൽകി. ഇവർ ചോദിച്ച വരം ഒരു തരത്തിലും മരണമുണ്ടാകരുതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അനവധി തരത്തിലുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു. മരണം എന്നത് ജന്മമെടുത്ത ഏതൊരു വസ്തുവിന് എന്തുണ്ടാവും? മരണം ഉണ്ടാകും, അത് സുനിശ്ചിതമാണ്, അതിനെ കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞു അയോനിജയായ സ്ത്രീയാൽ മാത്രമേ മരണമുണ്ടാകാവൂ എന്ന് പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർക്കൊരു ചെറിയ മറവി ഉണ്ടായി. എന്താ മറവി? സ്വന്തം സഹോദരനായ ബാഷ്കളനെയും മഹിഷാസുരനെയും വധിച്ചതും അയോനിജയായ സ്ത്രീ ആയിരുന്നു എന്ന ബോധം ആ സമയത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് വരം ചോദിച്ചു, അയോനിജയായ സ്ത്രീയുടെ കയ്യാൽ മരിക്കപ്പെടണം എന്ന് വരം അവിടെ ആവശ്യപ്പെട്ടു. അങ്ങനെ വരമൊക്കെ ലഭിച്ചു. വരം ലഭിച്ചതോടുകൂടി നിശുംഭന്മാർ വലിയ പരാക്രമികളായി. അങ്ങനെ പരാക്രമികളായി ഇവർ നേരെ വന്ന് അവർ നേരെ അസുരന്മാരും ദാനവന്മാരെയൊക്കെ കീഴ്പ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഇവർ നിശുംഭ രാജ്യം സ്ഥാപിച്ചു. അങ്ങനെ ശുംഭരാജ്യം നിലവിൽ വന്നു. ശുക്രാചാര്യരെ, അസുരന്മാരുടെ ഗുരുനാഥനാണ് ആര്? ശുക്രാചാര്യര്. ആ ശുക്രാചാര്യരെ ഗുരുനാഥനായി കൊണ്ടുവന്ന് ഗുരുവായി വാഴിച്ചു. ഇവിടെ ശുക്രാചാര്യരെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇവിടെ ശുക്രാചാര്യർ അസുരന്മാർ നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ ഗുരു എന്ന് പറയുമ്പോൾ ജ്ഞാനി എന്നൊരർത്ഥമാണ് ഉള്ളത്, അല്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നേടിത്തരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അസുരന്മാർക്ക് എങ്ങനെ ഗുരു ഉണ്ടായി? ദേവന്മാർക്കും ഗുരുവുണ്ട്, അസുരന്മാർക്കും ഗുരുവുണ്ട്. അപ്പോൾ ഗുരു ഈശ്വരനെ തേടിത്തരുന്നതാണെങ്കിൽ, ഗുരു ജ്ഞാനിയാണെങ്കിൽ അസുരന്മാരുടെ ഗുരുവിന്റെ കർത്തവ്യം എന്താ, കടമ എന്താ? അസുരന്മാർക്കും ഗുരു ഉണ്ടായിട്ട് എന്താ ഇവർ നന്നാവാത്തത്? ഗുരു നന്നാക്കാനുള്ളതാണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശരാകയ ചക്ഷരോന്മീലിതം യേന, അല്ലേ എന്ന് പറഞ്ഞാണ് ഗുരുവിനെ നമസ്കരിക്കുന്നത്. അജ്ഞാനത്തെ മാറ്റേണ്ടവനാണ് ഗുരു. അപ്പൊ ഈ അസുരന്മാർ അജ്ഞാനികളാണെങ്കിൽ അവർക്ക് എന്തിന് ഗുരുവിന്റെ സ്ഥാനം? ഇവിടെ ശുക്രാചാര്യർ എന്ന് പറയുന്നതും ബൃഹസ്പതി എന്ന് പറയുന്നതും സഹോദരങ്ങളാണ്. ഈ തത്വത്തെ ചേർത്ത് മനസ്സിലാക്കണം. ദേവഗുരുവായ ബൃഹസ്പതിയും, മനസ്സിലായില്ലേ, അസുരകുലായ ശുക്രാചാര്യരും ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദരങ്ങളാണ്. ദേവന്മാരും അസുരന്മാരുമോ സഹോദരങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു തുടക്ക ദിവസം, ഓർമ്മയുണ്ടോ? ദേവമാതാവ് എന്ന് പറഞ്ഞാൽ നന്മയും അസുരമാതാവ് എന്ന തിന്മയും. ജീവനാണ് അവിടെ കശ്യപ പ്രജാപതി. അപ്പൊ ജീവൻ നന്മയോട് ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനം ദേവഭാവം, തിന്മയോട് ചേർന്നാൽ അസുരം. ഇതാണ് ആസുരികവും ദേവം എന്ന് തരംതിരിക്കേണ്ടത്. അപ്പോൾ നന്മയിലേക്കുള്ള യാത്രയ്ക്ക് വഴികാട്ടിയാവുന്നതാണ് ദേവഗുരു. മനസ്സിലായില്ലേ? തിന്മയ്ക്കും ഒരർത്ഥത്തിൽ തെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു അറിവ് വേണം. അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യാ ഗുരുവാണ് ആര്? ശുക്രാചാര്യര്. വിദ്യാഗുരുവാണ് ബൃഹസ്പതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വിദ്യയ്ക്ക് രണ്ട് ഭാവമുണ്ട്, അജ്ഞാനവും ജ്ഞാനവും. അപ്പോൾ പിന്നെ പര അപര എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നുണ്ട്. അതിലേക്ക് ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ടിവിടെ നമുക്ക് വിദ്യയ്ക്ക് രണ്ട് ഭാവം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ ശുക്രാചാര്യർ. ആ ശുക്രാചാര്യരെ ഗുരുവായി കൊണ്ടുവന്നു. ശുക്രാചാര്യര് ആരെ? ശുംഭനെ ചക്രവർത്തി സ്ഥാനത്തേക്ക് അവരോധിച്ചു. അസുര ചക്രവർത്തിയായിട്ട് ശുംഭനെ അവരോധിച്ചു. അങ്ങനെ അവിടെ അസുര ചക്രവർത്തിയായിട്ട് ശുംഭൻ വന്നതോടുകൂടി ചില സാമന്ത രാജാക്കന്മാരായ അസുരന്മാരും
അവരും രംഗത്തേക്ക് വന്നു. അവരെല്ലാവരും ശുംഭനിശുംഭന്മാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചു. അതിനകത്ത് ചണ്ടമുണ്ടന്മാർ, ധ്രുവലോചനൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ കടന്നു വന്നു. ഈ കൂട്ടത്തിൽ രക്തബീജൻ എന്ന അസുരനും കടന്നു വന്നു. ഈ രക്തബീജനെ നമ്മൾ ഇന്നലത്തെ ചരിത്രത്തിൽ ചർച്ച ചെയ്തതാണ്. രംഭൻ എന്നറിയപ്പെട്ട രംഭനും കരമ്പനും അല്ലേ, തപസ് ചെയ്തതിനകത്ത് രംഭൻ വരബലം നേടി പുത്രനെ ജനിപ്പിക്കണമെന്ന് അദ്ദേഹമായിരുന്നു ഒരു എരുമയിലെ മഹിഷത്തിൽ അവിടെ മഹിഷാസുരനെ ജനിപ്പിച്ചത്. ആ സമയത്ത് അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പോത്തിന്റെ ബുദ്ധി കൊണ്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ചിതയിൽ വെച്ച് കത്തിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുനർജന്മം ഉണ്ടായതാണ് രക്തബീജൻ. ഈ രക്തബീജൻ സമാനതകളില്ലാത്തൊരു പോരാളിയാണ്, വലിയൊരു സമരഭടനാണ്, യുദ്ധഭടനാണ്. എന്താ കാരണം? ഈ അസുരന്മാർക്ക് എപ്പോഴും കലഹപ്രിയരാണ്. അതുകൊണ്ട് അവരെപ്പോഴും ഈ കലഹത്തിൽ ജയിക്കാനാണ് അവർക്ക് താല്പര്യം. സമാധാനപ്രിയരല്ലാതെ അസുരന്മാർ, മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം, മറ്റുള്ളവരെ കയ്യിലിരിക്കുന്നത് കൂടി നേടണം എന്നുള്ള നിലയിൽ അവർ കലഹപ്രിയരാണ്. ആ കലഹപ്രിയരായതുകൊണ്ട് എപ്പോഴും ഇവർ കലഹത്തിന് തുല്യമായ രീതിയിലാണ് ഇവരുടെ ചിന്ത കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്തബീജൻ തപസ് ചെയ്ത് വരം നേടിയിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്ന ഓരോ തുള്ളി ചോരയും, മനസ്സിലല്ലേ, അത് ഭൂമിയിൽ വീണാൽ അതിൽ നിന്ന് അടുത്തടുത്ത രക്തബീജന്മാരുണ്ടാവണം. ഇതൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഈ പുരാണമൊക്കെ ഒളിച്ചിരുന്ന് പഠിച്ചിട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ചില മുദ്രാവാക്യങ്ങൾ കണ്ടുപിടിച്ചത്. ഓരോ തുള്ളി ചോരയിൽ നിന്നും ഉയരുമെന്നൊക്കെ പറഞ്ഞ സത്യം, പക്ഷെ ഇപ്പം ആരുമില്ല, മനസ്സിലായില്ലേ? ഉയരുമെന്നൊക്കെ പറഞ്ഞ കാരണം എന്താ? ജനം തിരിച്ചറിഞ്ഞു വഞ്ചനകളൊക്കെ, മനസ്സിലായില്ലേ? തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പൊ പണ്ടത്തെ കണക്ക് വിഡ്ഢികളാക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി കുറച്ചു പേരൊക്കെ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വിഡ്ഢികളാക്കാൻ വേണ്ടി ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ബോധമുള്ളവരും സത്യസന്ധന്മാരായ ആൾക്കാരൊക്കെ പലതും തിരിച്ചറിഞ്ഞു. കാരണം പണ്ടത്തെ കാലമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പല യാഥാർത്ഥ്യങ്ങളും വളരെ വേഗത്തിൽ അല്ലേ. പണ്ട് കാലത്ത് അങ്ങനെയല്ല, പ്രചരിപ്പിച്ചാൽ അതിങ്ങനെ പരന്ന് കിടക്കും. കള്ളത്തരങ്ങൾ അതിങ്ങനെ കാലങ്ങളോളം ചില കള്ളങ്ങൾ പൊളിയാതെ പരന്ന് കിടക്കും, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറേയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടും കുറേയൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതോടെ ഒരേ തുള്ളി ചോരയിൽ നിന്ന് ഒരുപാട് രക്തബീജന്മാർ ഉണ്ടാകും. അതുകൊണ്ട് രക്തബീജനെ പരാജയപ്പെടുത്താനും എതിരിടാനും ആർക്കും സാധിക്കില്ല. കാരണം യുദ്ധം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ശരീരത്ത് മുറിവുണ്ടാവും. മുറിവിൽ നിന്ന് രക്തം നിലത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ അടുത്ത ആൾ എഴുന്നേക്കും. അതോടുകൂടി ഒരാളെ എതിർക്കാൻ വന്നവൻ ആയിരക്കണക്കിന് പേരെ എതിർക്കേണ്ട അവസ്ഥ വരും. ഇവൻ 1000 പേരും ചേർന്ന ഒരാളെ വധിക്കും. ഇതാണ് രക്തബീജന്റെ വിജയത്തിന്റെ രഹസ്യം. അങ്ങനെയുള്ള രക്തബീജനും ഇവിടെ വന്ന് ശുംഭനിശുംഭന്മാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചതിന് ശേഷം അവരുടെ സർവ്വസൈനാധിപനായി രക്തബീജൻ മാറി. അങ്ങനെ ഏറ്റവും ശക്തനായിട്ടുള്ള ശുംഭനിശുംഭന്മാർക്ക് തങ്ങളുടെ ശക്തി മാത്രമല്ല, തങ്ങളുടെ ശക്തിക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന, ഒരർത്ഥത്തിൽ അതിനേക്കാൾ ശക്തരായവരും കൂടി, മനസ്സിലായില്ലേ, കൂടെ വന്നപ്പോഴത്തേക്ക് അഹങ്കാരം വർദ്ധിച്ചു. അഹങ്കാരത്തിൻ്റെ എല്ലാ സീമകളും കടന്ന് അങ്ങനെ ദേവലോകത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ദേവലോകം ആക്രമിച്ചു. ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് നിശുംഭനെ ആക്രമിച്ചു. നിശുംഭൻ ബോധരഹിതനായി വീണു. പക്ഷെ നിമിഷാർത്ഥം കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ശുംഭൻ തൻ്റെ സൈന്യത്തോടെ രക്തബീജനും ചണ്ടമുണ്ടന്മാരും ദേവലോകം വളഞ്ഞു. സുധർമ്മ എന്നറിയപ്പെടുന്ന ദേവലോക സഭ, നമ്മുടെ ലോക്സഭയല്ല, ദേവന്മാരുടെ രാജ്യസഭയുടെ പേരാണ് സുധർമ്മ. ആ സുധർമ്മ സുധർമ്മത്തെ, ശരിയായ ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്ന സ്ഥലം, അതാണ് ദേവന്മാരുടെ നേതൃത്വത്തിലുള്ള സ്ഥാനം. ആ സ്ഥാനം ആക്രമിച്ചു. ദേവന്മാരെല്ലാവരും ചിതറിത്തെറിച്ചു. കുറേ പേര് അവിടെ നിന്ന് ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. ബാക്കിയുള്ളവരൊക്കെ ചിതറിത്തെറിച്ച് ആടി ഉലയുന്ന വള്ളങ്ങൾ ഏതെങ്കിലുമൊക്കെ ദിക്കിലേക്ക് ഒഴുകി പോകുന്നത് പോലെ ദേവന്മാർ ഭയന്ന് വിറച്ച് പല സ്ഥലങ്ങളിലേക്ക് ഒഴുകി മാറ്റപ്പെട്ടു. അങ്ങനെ അവരൊക്കെ ഭയന്നു പോവുകയുണ്ടായി. ഇങ്ങനെ ദേവലോകത്ത് മുഴുവൻ ആധിപത്യം ആരുടേതായി മാറി? ശുംഭനിശുംഭന്മാരുടെ ആധിപത്യമായി മാറി. അങ്ങനെ ശുംഭനിശുംഭന്മാരുടെ ആധിപത്യത്തിന് കീഴിലേക്ക് വന്നതോടുകൂടി അവർ പറഞ്ഞു, ഇനി ദേവന്മാരായി ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സൂര്യൻ എപ്പോൾ ഉദിക്കണമെന്ന് ആര് പറയും? ശുംഭൻ പറയും. മനസ്സിലായില്ലേ? ചന്ദ്രൻ എപ്പോൾ അസ്തമിക്കണമെന്ന് ശുംഭൻ പറയും. മഴ എപ്പോൾ പെയ്യണമെന്നും വെയിൽ എങ്ങനെ വേണമെന്നൊക്കെ ഇവർ പറയും. പ്രകൃതിയെ തന്നെ തകർക്കാൻ തുടങ്ങി. അഷ്ടദിക്പാലകന്മാരുടെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ ഇവർ നിർണയിച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ നിലവിൽ എന്ത് വ്യവസ്ഥയുണ്ടായിരുന്നോ അത് മുഴുവൻ എന്താക്കി മാറ്റി? അവ്യവസ്ഥയാക്കി മാറ്റി. ആ അവസ്ഥയിലേക്ക് വന്നപ്പോൾ
നാരദ മഹർഷി അദ്ദേഹത്തിന് ഈ അവസ്ഥയൊക്കെ കണ്ട് വിഷമം തോന്നി. ദേവന്മാരുടെ പരാതിയുമൊക്കെ അദ്ദേഹം കേട്ടു. അദ്ദേഹം ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ബ്രഹ്മദേവ, അങ്ങ് എന്തിനാണ് ഈ ചതി ചെയ്യുന്നത്? അങ്ങേക്കറിയാലോ അസുരന്മാർ നല്ല മനസ്സുള്ളവർ അല്ല. അവർ വന്ന് തപസ് ചെയ്യുമ്പോൾ അങ്ങ് ഈ വരമൊക്കെ കൊടുക്കും. ഈ വരം കിട്ടുന്നതോടുകൂടി ഇവരെന്ത് ചെയ്യും? അഹങ്കാരത്തിലേക്ക് എത്തും. ഈ അഹങ്കാരത്തിലേക്ക് എത്തി ദുർമതികളായ ഇവർ ദേവന്മാരെയും സജ്ജനങ്ങളെ ആക്രമിക്കും. സജ്ജനങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണോ അങ്ങ് ഈ വരം കൊടുക്കുന്നത്? അതുകൊണ്ട് ഈ വരം കൊടുക്കുമ്പോൾ അങ്ങ് ഇതങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് പിതാവായ ബ്രഹ്മദേവനോട് പരിഭവം പറഞ്ഞു. ബ്രഹ്മദേവൻ ഈ സമയത്ത് പറഞ്ഞു, അല്ലയോ മഹർഷിയെ, എല്ലാം അറിയുന്ന അങ്ങ് ഇങ്ങനെ ചോദിക്കരുത്. എന്താ കാരണം? തപസ് എന്നതൊരു കർമ്മമാണ്. ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിനൊരു ഫലം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? കർമ്മങ്ങൾക്ക് ഫലമില്ലാത്തതായ കർമ്മം വല്ലതുണ്ടോ? എല്ലാ കർമ്മത്തിനും ഫലമുണ്ടാവും, ആഗ്രഹിച്ചാലേ ഇല്ലെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ കർമ്മയോഗ രഹസ്യം എന്ന നിലയിൽ കർമ്മണ്യേവാധിഹാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് നമ്മളെ ഉപദേശിച്ചു. എന്താ കാരണം? കർമ്മത്തിൻ്റെ ഫലത്തെ മോഹിച്ച് സാർത്ഥമോഹിതനായി, മനസ്സിലായില്ലേ, മനസ്സിനെ ബന്ധിതനാക്കി തീർക്കാതെ നിഷ്കാമഭാവത്തിൽ നീ കർമ്മം ചെയ്യുക, ഫലം വന്നുകൊള്ളും. നൈഷ്കർമ്മ്യം പുരുഷോസ്നുദേ നരസഞ്ജസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഏത് കർമ്മത്തിൻ്റെയും ഫലം അത് എത്തേണ്ട വഴിയിൽ എത്തുക തന്നെ ചെയ്യും. കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ആർക്കും സാധ്യമല്ല എന്നുകൂടി വളരെ കൃത്യമായ ഉപദേശങ്ങളൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ കാണുന്നത് ഇതുകൊണ്ടാണ്. അവിടെയാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നു, തപസ് എന്ന കർമ്മത്തിൻ്റെ ഫലമാണ്. ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഫലം കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന രാമായണം എന്താണ്? നമ്മളും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കർമ്മം ചെയ്യുന്നുണ്ട്. ശരീരം സ്വീകരിച്ച ഏതൊരു ജീവനും കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. ചിലർ പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം, മനസ്സിലായില്ലേ? ഒന്നും ചെയ്യുന്നില്ല എന്നതൊരു കർമ്മമാണ് അല്ലേ? എന്തെങ്കിലും ചെയ്യുന്നു എന്നും കർമ്മമാണ്, ചെയ്യുന്നില്ല എന്നതും കർമ്മമാണ്. അപ്പം കർമ്മത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ കർമ്മങ്ങൾക്ക് ഫലമുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിന് കാരണമായി തീരരുത്. അതുകൊണ്ടാണ് കർമ്മണ്യേവാധിഹാരസ്തേ മാം ഫലേഷു അല്ലേ കഥാചന എന്ന് പറയുന്നത് പോലെ രാമായണം വളരെ ലളിതമായി പറഞ്ഞു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അയൽക്കാരൻ കൊണ്ടുപോകുമോ? ആരെങ്കിലും വിൽക്കാൻ പറ്റുമോ? നമ്മളതിനെ അനുഭവിക്കണം. ഇത് ഓർത്തിട്ടാണോ നമ്മൾ കർമ്മമൊക്കെ ചെയ്യുന്നത്? ആണോ? മനസ്സിലായില്ലേ? ഈ കർമ്മബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് അതിൻ്റെ അർത്ഥവും ആശയവും കൃത്യം. ഈ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചിടുന്ന ഉപദേശം രാമായണത്തിൽ പറഞ്ഞതാരാന്നറിയോ? വാൽമീകിയുടെ ഭാര്യയാണ്, രത്നാകരൻ്റെ പത്നിയാണ്. കാര്യം കർമ്മഫലം നിങ്ങളും കൂടി അനുഭവിക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു സാധാരണ സ്ത്രീയായ ആ വീട്ടമ്മ പറയുന്ന ആ വാക്കിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രത്നാകരൻ വാൽമീകിയായത്. രാമമന്ത്രം പിന്നീടാണ്. ഈ ചിന്തയിലൂടെ മനസ്സിനെ ഈ ചിന്തയിലേക്ക് കടത്തി വിട്ടത്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കുക, അറിവ് നമ്മളിലേക്ക് വരുന്നത് അത് ഏതെങ്കിലും വലിയ പ്രൗഢമായ സ്ഥലത്തുനിന്ന് മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരിൽ നിന്ന് വരുന്ന അറിവിനെ പോലും നിരാകരിക്കരുത്. മനസ്സിലായില്ലേ? ജ്ഞാനത്തിന് അത് ആര് പറയുന്നു എന്നതിനേക്കാളും പ്രധാനം എന്ത് പറഞ്ഞു എന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറിവ് ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കണം. അതൊരു യാചകൻ പറഞ്ഞാലും മഹാപണ്ഡിതൻ പറഞ്ഞാലും, മനസ്സിലായില്ലേ? അവിടെ പ്രാധാന്യം എന്തിനാണ്? ജ്ഞാനത്തിന് ആണ്. ആ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കാം. ശരി, ഇവിടെ കർമ്മഫലം എന്നുള്ള നിലയിലാണ് ഞാൻ വരം കൊടുക്കുന്നതെന്ന് ആര് പറഞ്ഞു? ബ്രഹ്മാവ് പറഞ്ഞു. ഇനി ബ്രഹ്മാവ് രണ്ടാമതൊരു കാര്യം കൂടി പറയാം. അല്ലയോ നാരദ മഹർഷേ, ഇത് മാത്രമല്ല, ഇവിടെ ദേവന്മാർക്കാണല്ലോ ഇപ്പൊ ഇതുകൊണ്ട് കഷ്ടകാലം ഉണ്ടായി. ഈ വരം കൊടുത്തപ്പോൾ അല്ലേ, ദേവന്മാരെയാണ് ആക്രമിച്ചതും കീഴടക്കിയതും. ഈ ദേവന്മാർക്കും കർമ്മത്തിന്റെ ഫലം വരണ്ടേ? കർമ്മഫലത്തിന് ദേവന്മാരും ഉത്തരല്ല, മനസ്സിലായില്ലേ? സാക്ഷാൽ ഈശ്വരൻ പോലും കർമ്മഫലമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ദേവന്മാരുടെ കർമ്മം എന്താ? ദേവന്മാരിടക്കിടയ്ക്ക് അലസന്മാരും, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തും.
ആ സമയത്ത് സുരപാനമൊക്കെ നടത്തും. ആ സമയത്ത് രമ്പതിലോത്തമ്മയുടെ നാടകമൊക്കെ കണ്ട് ഡാൻസ് കളിയിലൊക്കെ മുഴുകി കർമ്മങ്ങളിലൊക്കെ വിട്ടുനിന്ന് ചിലപ്പോൾ അഹങ്കാരത്തിലേക്ക് ദേവന്മാരും വന്ന് വീഴും. ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യാൻ ഇറങ്ങി പുറപ്പെടും അല്ലേ? നമുക്ക് തന്നെ കാണാലോ. ഇന്ദ്രനെ കഥയെടുത്താൽ ഇപ്പോൾ രാമതത്വത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അഹല്യയെ, അതിസുന്ദരിയായ അഹല്യയെ ധാർമ്മികമായ ബോധമില്ലാതെ പ്രാപിക്കാൻ ആരും തയ്യാറായി? ഇന്ദ്രൻ തയ്യാറായി. അതിൻ്റെ പരിണിത ഫലം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അഹന്ത കൊണ്ട് ഗൗതമ മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. അഹല്യയ്ക്കും ആ ശാപം വന്നു ഭവിച്ചു. എന്താ കാരണം? അഹല്യയും ഉള്ളുകൊണ്ട് അറിഞ്ഞിരുന്നു, പുറമേ പതിവ്രതയായി ഭാവിച്ചു. യഥാർത്ഥത്തിൽ പതിവ്രതയായ വ്യക്തിക്ക് തൻ്റെ ഭർത്താവ് ഏത് വേഷത്തിൽ വന്നാലും അറിയാം. ഇനി വേറെ ആരെങ്കിലും ഭർത്താവിൻ്റെ വേഷത്തിൽ വന്നാൽ ആർക്ക് തിരിച്ചറിയാൻ പറ്റും? പതിവ്രതകൾക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആ ഭാവം അതിന് ഏറ്റവും പ്രധാനമാണ് രാമായണം തന്നെ. 2 തത്വം അതിൽ തന്നെയുണ്ട്. കാര്യം സീതയുടെ മുമ്പിൽ രാവണൻ രാമൻ്റെ വേഷത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് സീത പുച്ഛിച്ചുകൊണ്ട് പറയും, ഹേ രാവണ, നീ ഒന്നറിയുക, നിനക്ക് രാമനായി ചമയാം, പക്ഷെ രാമനാവാൻ പറ്റില്ല. കാരണം രാമൻ പുറമേയുള്ള രൂപം കൊണ്ടുള്ളതല്ല, അകമേയുള്ള നന്മകളാലാണ്. മനസ്സിലായില്ലേ? രാമൻ ഗുണസ്വരൂപനാണ്, വേഷം കെട്ടിയതല്ല. പക്ഷെ രാവണൻ ഗുണസ്വരൂപനാണോ? അല്ല, ദുർഗുണനാണ്, പക്ഷെ വേഷം കെട്ടിയതാണ്. അപ്പം പതിവ്രതയായ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ഏത് വേഷത്തിൽ വന്നാലും അറിയാമെന്നത് തെളിയിച്ചതല്ലേ രാമായണത്തിൽ തന്നെ സീത. അതേ രാമായണത്തിൽ തന്നെയല്ലേ അഹല്യ പാതിവ്രതയാണെങ്കിൽ പോലും വന്നത് ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രനും എന്നെ മോഹിച്ചു എന്ന, മനസ്സിലായില്ലേ, ഉള്ളിലൊരു കാമന വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? പുറമേ ഭാവിക്കാതെ വഴങ്ങിക്കൊടുത്തു. എന്നിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന പാവം നടിച്ചു. മനസ്സിലായില്ലേ? അവിടെയാണ് ജ്ഞാനിയായ ഗൗതമൻ പറഞ്ഞത് ശിലയായി പോകട്ടെ. എന്താ ഈ ശില എന്ന് പറഞ്ഞാൽ അവിടെ പാറയായതൊന്നുമല്ല, അതായത് നിർവികാരത്തിലെത്തട്ടെ. ശിലയ്ക്ക് വികാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? വികാരത്തിന് വശംവദയായപ്പോഴല്ലേ, വിചാരം നഷ്ടപ്പെട്ട് വികാരത്തിന് വശംവദയായപ്പോഴാണ് അവിടെ ആരെന്ത് ചെയ്തത്? അകല്യ തെറ്റിലേക്ക് വീണത്. അതുകൊണ്ട് വികാരവിചാരങ്ങളില്ലാത്തവളാകട്ടെ, അതിൻ്റെ പ്രതീകമാണ് ശില എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഭഗവാൻ രാമന്റെ പാദസ്പർശം ഉണ്ടായപ്പോൾ സദ്വികാരങ്ങൾ ഉണർന്നു, സദ്വിചാരങ്ങളും വന്നിരുന്നു. അതായത് നമ്മൾ മുഷിഞ്ഞ വസ്ത്രം നമ്മൾ ഒരു അശയിലേക്ക് ഇട്ടു, അത് മുഷിഞ്ഞതാണെന്ന് അവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ടു, പിന്നെ നമ്മളത് എടുത്തിടുവോ? ഇല്ല. പക്ഷെ അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാലോ? മനസ്സിലായില്ലേ? നമ്മളെടുത്ത് ധരിക്കും. അതുപോലെ മുഷിഞ്ഞ സമയത്ത് ദുർവികാരം കൊണ്ടുള്ള മാലിന്യം വന്നപ്പോൾ അഹല്യയെ ഗൗതമൻ ഉപേക്ഷിച്ചു. ആ ദുർഗുണങ്ങളെ ഭഗവത് പാദസ്പർശം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, മനസ്സിലായില്ലേ, അഹല്യ വീണ്ടും എവിടെ എത്തി? ഭഗവാന്റെ സവിധത്തിലെത്തി. അതായത് ഗൗതമന്റെ സവിധത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, അഹല്യ തെറ്റിയിട്ടുണ്ടെങ്കിൽ അഹല്യ പിന്നെ സ്വീകരിച്ച എന്തിനാ? അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയിലുള്ള തെറ്റായ കർമ്മത്തെയാണ് എതിർക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇതിന് ഒരുപാട് ഉദാഹരണം. ഒരിക്കലും നമ്മളൊരു വ്യക്തിയെ എതിർക്കാൻ പാടില്ല. കാര്യം വ്യക്തിയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതെന്ന് വെച്ചാൽ നിത്യവൈരാഗ്യം എന്നുണ്ട്, ശത്രുത എന്ന് പറയും. ഇവിടെ ഭഗവാൻ തന്നെ കാട്ടുന്നുണ്ട്. കാളിയൻ അല്ലേ, കാളിയൻ വിഷകാരിയായി കാളുന്നയിൽ വന്ന് അവിടെ ദോഷം വിതച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കാളിയൻ്റെ മുകളിൽ നടനമാടി അതിശക്തമായ പ്രഹരം കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഭഗവാനെ ആശ്രയിച്ച് ഇനി ഒരിക്കലും തെറ്റായ കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞതോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം ആരിൽ വന്നു? കാളിയനിൽ വന്നു. ഗരുഡന് പോലും സ്പർശിക്കാൻ പറ്റാത്ത ഭഗവാന്റെ പാദമുദ്രകൾ പതിഞ്ഞതായി അല്ലേ കാളിയൻ വന്നു. ഭഗവാൻ അവിടെ നിത്യശത്രുതയുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ കർമ്മങ്ങളാണ് ഈ പ്രകൃതിയിൽ നമ്മളെ എല്ലാവരെയും നിലനിർത്തുന്നതും നമ്മുടെ പ്രവർത്തനത്തിന് ആധാരവും നമ്മുടെ ഫലങ്ങൾക്ക് ആധാരവും. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രനും ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരം വരും. അതുകൊണ്ട് അഹങ്കാരിയായ ഇന്ദ്രനും ഒരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ സ്ഥാനവും സ്ഥിരമല്ല. മനസ്സിലായില്ലേ? ഒരു വെല്ലുവിളിയും ഇല്ലാത്ത ആളാണ് താനെന്ന അഹങ്കാരം ഇന്ദ്രന് പോലും പാടില്ല. ബ്രഹ്മാവ് പറയുകയാണ്. അതുമല്ല, ഓരോ കാലഘട്ടത്തിൽ ഇന്ദ്രന്മാർ മാറിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുകൂടി ഇന്ദ്രന് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഈ ഇന്ദ്രന് ഇന്ദ്രപട്ടം തെറിക്കുന്നതാണെന്ന ബോധം കൂടി കിട്ടാനാണ് എന്ത് ചെയ്തത്? ഈ വരം ഞാൻ കൊടുത്തു. അപ്പം വെറുതെ അസുരൻ തപസ് ചെയ്തുകൊണ്ട് മാത്രം കൊടുത്ത വരമല്ല, കാലഗതി അനുസരിച്ച് കർമാഹന്തയെ ഇല്ലാതാക്കുക എന്ന ബ്രഹ്മതത്വമാണ് ഇവിടെ വരമായി വന്നു ചേരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലേക്ക് വരം അവിടെ കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്,
ഇനി ഈ ദുർഗതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവന്മാർക്ക് അവസരമുണ്ടോ? ഉണ്ട്. എന്ത് വേണം? ആദിപരാശക്തിയായ ഭഗവതിയെ ഭജിക്കുക. മനസ്സിലായില്ലേ? പശ്ചാത്താപത്തോടുകൂടി. പശ്ചാത്താപം എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത്? നിശ്ചിത കർമ്മം ചെയ്യുമ്പോഴാണ്, അല്ലേ? കർമ്മങ്ങൾ പ്രധാനമായി 2 തരത്തിലുണ്ട്: വിഹിത കർമ്മം, അഹിത കർമ്മം. വിഹിത കർമ്മങ്ങളെ 3ആയി തിരിക്കാം: നിത്യം, നൈമിത്തികം, കാമ്യം. മനസ്സിലായില്ലേ? നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം. നിത്യകർമ്മം എന്ന് വെച്ചാൽ എന്താ? എല്ലാ ദിവസവും ചെയ്യുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളില്ലേ, അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ ഉറക്കം എഴുന്നേൽക്കുക, ആഹാരം കഴിക്കുക, വേണമെങ്കിൽ പല്ല് തേക്കുക, കുളിക്കണമെങ്കിൽ കുളിക്കുക. അത് നിത്യകർമ്മമായിട്ട് പറയാൻ പറ്റില്ല. ചിലർ പറയും, ഞാനതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ പറയാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ. പക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കത്തില്ല എന്തായാലും. നിങ്ങൾ ഉറങ്ങാതിരിക്കുമോ? അതുമില്ല. അങ്ങനെയൊക്കെയുള്ള ദൈനംദിനം ചെയ്യുന്ന കർമ്മങ്ങൾ നിത്യകർമ്മം. മനസ്സിലായില്ലേ? ഈ ചിലർ അങ്ങനെയുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും ഈ യജ്ഞശാലയിലൊക്കെ 2-3 തരക്കാർ വരും. മനസ്സിലായില്ലേ? സംശയങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണ്, ചർച്ച ചെയ്യാൻ വരുന്നവരാണ് ഈ തരക്കാർ. ഒന്ന് ചിലർ വരുന്ന യജ്ഞാചാര്യനെ ഒന്ന് അളന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞൊരു കോലുമായിട്ട് വരും. അവരത് വെച്ചുകൊണ്ട് ചില ചോദ്യം ചോദിക്കും. മനസ്സിലായില്ലേ? ഇനി ചില ആൾക്കാർ നേരെ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചിലതൊക്കെ അറിയാമെന്നുള്ളത് ലോകത്തിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നുള്ള നിലയിൽ ചിലർ വരും. ചില ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉള്ളതിനെയൊക്കെ അല്ലേ ഒന്ന് കുളവാക്കാൻ വേണ്ടി വരും. ചിലർ അറിയാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ വരും. അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു യജ്ഞത്തിന് പോയപ്പോൾ ഭഗവാന്റെ ചരിതം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പുറകെ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാൽ, കോവിഡ് കാലത്ത് ദൈവങ്ങളൊക്കെ എവിടെ ആയിരുന്നു? മനസ്സിലായില്ലേ? നല്ല ഒന്നാന്തര അളവ് പോലല്ലേ? പല ക്ഷേത്രങ്ങളൊക്കെ ചിലപ്പോൾ അടച്ചിട്ടിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ദൈവങ്ങളെ, കാരണം അവരുടെ കാഴ്ചപ്പാട് ദൈവങ്ങളൊക്കെ അമ്പലത്തിലും കൽവിഗ്രഹത്തിലും അകത്തിരിക്കുന്ന പീഠത്തിലും ഇരിക്കുന്നതാണ് എന്ന ഏറ്റവും താഴത്തെ നിലയിലുള്ള മൗഢ്യഭക്തിയിലാണ് അവർ കിടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈശ്വര സങ്കല്പത്തിൽ ഉയരാൻ സാധിക്കില്ല. മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി 7 ദിവസം പിന്നെ യജ്ഞശാലയിലോട്ട് വന്നിട്ടില്ല. അങ്ങനൊരു ഭാഗ്യമുണ്ടായി. മനസ്സിലായില്ലേ? ഒഴിപ്പിച്ച് വാദം ഒഴിപ്പിച്ച് വിടുന്നതാണെങ്കിൽ ചിലതിനെ ഒഴിപ്പിച്ച് വിട്ടാൽ അത് വഴിക്ക് അങ്ങ് പൊക്കോളും. അങ്ങനെയൊക്കെ പല തരത്തിലും ഉള്ള സംശയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ പെട്ടെന്നുള്ള മറുപടി. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. വേണ്ടവർ നിത്യകർമ്മത്തിൽ ഇതൊക്കെ ചെയ്യും. പിന്നെ നൈമിത്തിക കർമ്മം. എന്താ നൈമിത്തികം? ഈ എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിലോ മാസത്തിലോ ആവർത്തിക്കപ്പെടുന്ന കർമ്മങ്ങൾ. ഇപ്പം നമ്മൾ ജന്മ നക്ഷത്രം എല്ലാ ദിവസവും ഉണ്ടോ? ഇല്ല. പക്ഷെ മാസത്തിൽ ആവർത്തിക്കപ്പെടില്ലേ? അല്ലേ? അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന കർമ്മങ്ങൾ അതുപോലെയാണ്. പിന്നെ കാമ്യകർമ്മം. കാമ്യകർമ്മം എന്താ? ജീവിതത്തിൽ ആഗ്രഹത്തോടുകൂടി ഒരിക്കലൊക്കെ ചെയ്യപ്പെടുന്ന കർമ്മം. മനസ്സിലായില്ലേ? ഇപ്പം തീർത്ഥാടനം, കൈലാസത്തിൽ പോവുക, എല്ലാ മാസവും പോവുമോ? ഇല്ല, കാമ്യാണ്. ഇപ്പം ഒക്കെ യാത്രാ സമയമാണ് കുറച്ചുകൂടെ പിന്നെ വിവാഹം കഴിക്കുക, എല്ലാ മാസവും വിവാഹം കഴിക്കുമോ? ചിലരുണ്ടാവാം. നമ്മൾ എല്ലാവരെയും ഒരു ചേർത്ത് പിടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരെയും എല്ലായിടത്തും കെട്ടാൻ പറ്റില്ല എന്നൊരു തത്വം ഉണ്ടല്ലോ, അല്ലേ? പിന്നെ ചിലപ്പോൾ ചിലരാദ്യമായിട്ട് ഒരു വീട് വെക്കുക, ജീവിതത്തിലൊരു വലിയ, അല്ലേ? അതൊക്കെ ഒരു കാമ്യമാണ്, ആഗ്രഹിച്ച കർമ്മമാണ്. സന്താന ഉൽപാദനം, അല്ലേ? കാമ്യകർമ്മമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കണമേ, നല്ല ഭർത്താവിന്, ഇതൊക്കെ കാമ്യത്തിലൂടെ, ആഗ്രഹത്തിലൂടെ. അപ്പോൾ കാമ്യം. ഇങ്ങനെ 3 തരം കർമ്മങ്ങളുണ്ട്. ഇനി അഹിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പാടില്ലാത്തത്. അതിനകത്ത് 2 തരമായി തിരിക്കും: നിശ്ചിത കർമ്മവും പ്രായശ്ചിത്തവും. നിശ്ചിത കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രായശ്ചിത്തം വേണ്ട. മനസ്സിലായില്ലേ? 4മത്തത് ഉണ്ടായാൽ 5മത്തത് വേണം. നിശ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ അരുതാത്തത് ചിലപ്പോൾ അറിയാതെയും ചെയ്തു പോകാം അബദ്ധത്തിൽ. അപ്പോൾ എന്ത് ചെയ്യണം? തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ ഒരു പരിശീലനം നമ്മളെയൊക്കെ വീടുകളിൽ തന്നെ നമ്മൾ കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പ്രായശ്ചിത്ത കർമ്മത്തിൻ്റെ എന്തായിരുന്നു? അറിയാതെ മുതിർന്നവരെ കാലിലെങ്ങാനൊന്ന് ചവിട്ടിയാൽ ഉടനെ തൊട്ടു തൊഴുതുക എന്ന് പറയും, ഇല്ലേ? എന്താ കാരണം? ചെയ്യാൻ പാടില്ലാത്തതാണ്, അറിയാതെ ചെയ്തു പോയി ക്ഷമിക്കണം. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ, ഒരുപാട് പദ്ധതികൾ നമ്മുടെ വീടുകളിൽ അതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, ഒറ്റ കാര്യമേ ഇനിയുള്ളൂ, പ്രായശ്ചിത്തം ചെയ്യണം ദേവന്മാർ. എന്താണ്? ദേവിയെ ഭജിക്കുക. ദേവിയെ ഭജിച്ച് ദേവി മഹിഷാസുരമർദ്ദിനിയായി വന്നതുപോലെ ഭഗവതിയുടെ കാരുണ്യമുണ്ടായാൽ അവളെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും ആരെ നിഗ്രഹിക്കാൻ സാധിക്കില്ല? ശുംഭനിശുംഭന്മാരെ നിഗ്രഹിക്കാൻ
സാധിക്കില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഹിമാലയ പാർശ്വത്തിലെത്തി ആ ഹിമൽഗിരിയിൽ നിന്ന് തപസ് ചെയ്തു. ആ തപസ് ചെയ്ത് ലോകൈക നാഥയായ സാക്ഷാൽ ദേവി മഹേശ്വരിയെ ഗൗരീഭാവത്തിൽ, പാർവതീ സ്വരൂപമാർന്ന ഭാവത്തിൽ ഭഗവതിയെ പ്രസാദിപ്പിച്ചു. ഭഗവതി പ്രത്യക്ഷപ്പെട്ടു, ദേവിയെ സ്തുതിച്ചു. മഹിഷാസുരമർദ്ദിനിയായ അമ്മ വന്നു ഞങ്ങളെ കാത്തു. അതുപോലെ ഇപ്പോൾ ഞങ്ങളിതാ ഒരു പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയിലും അമ്മ എങ്ങനെയാണ് ഒരു അമ്മ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ സാക്ഷാൽ ഭഗവതി, ആ ഭഗവതി ഞങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് ദേവി ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നേടേണ്ടത്? ആ സമയത്ത് പറഞ്ഞു, ശുംഭനിശുംഭന്മാരെ വധിക്കണം. ദേവി പറഞ്ഞു, വളരെ നന്നായി. കാരണം എന്താ, ഈ ശുംഭനിശുംഭന്മാർക്ക് സായുജ്യം നൽകണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. ദേവിക്ക് അങ്ങോട്ട് തന്നെ ഇവരെ സായുജ്യം. എന്തുകൊണ്ടാണ്? ഇവർ പ്രഹ്ലാദൻ്റെ പുത്രന്മാരാണ്. പ്രഹ്ലാദൻ്റെ അടുത്ത് നരസിംഹമൂർത്തി കൊടുത്തൊരു വരമുണ്ട്, നിന്റെ 7 തലമുറയെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. മനസ്സിലായില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചനൻ്റെ പുത്രനായ മഹാബലിയെ, ഇന്ദ്രസേനനെ പോലും വാമനാവതാരത്തിൽ വന്ന് ഭഗവാൻ ഉയർത്തുന്നത്, ഉദ്ധരിക്കുന്നത്. അപ്പോൾ 7 തലമുറ, ഇവിടെ 7 തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു നോക്കാം. ഒരു DNA കാലഘട്ടം അല്ലേ? നമ്മുടെ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന DNA, നമ്മുടെ സ്വഭാവം 7 തലമുറ വരെ നിലനിൽക്കും. നമ്മുടെ മുന്നിൽ 7 തലമുറയിലുള്ള ആളിനെ പഠിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ഈശ്വരീയ കർമ്മം, നല്ല കർമ്മം ചെയ്താലും മോശപ്പെട്ട കർമ്മം ചെയ്താലും ആ കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ അണുരണം 7 തലമുറ വരെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ യജ്ഞശാലയിൽ വന്നിരുന്ന് യജ്ഞം കേൾക്കുമ്പോൾ നിങ്ങൾ അർച്ചന നടത്തി നിങ്ങളുടെ പേരിലും നാളിലും നിങ്ങൾക്ക് മാത്രമാണോ ഈ ഐശ്വര്യം? അല്ല. അതുകൊണ്ടാണ് യജ്ഞത്തിലൂടെ പിതൃശാന്തി ഉണ്ടാവും എന്ന് പറഞ്ഞത്. പിതൃക്കൾക്ക് മോക്ഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ പിതൃക്കൾക്കൊക്കെ സദ്ഗുണങ്ങൾ, സദ്ഫലങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളിൽ 7 തലമുറ വരെ, മനസ്സിലായില്ലേ, നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാവും. ഇന്ന് വരെ ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരനും ബാങ്ക് പോലും ഇത്രയും വലിയ ബെനിഫിറ്റ് കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ആശ്രിതർക്ക് വരെ കൊടുത്തിട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല, ആശ്രിതൻ്റെ 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 ആശ്രിതനെ വരെ ഭഗവാൻ. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. പറഞ്ഞ മനസ്സിലായില്ലേ? അത്രയും വലിയ ബെനിഫിറ്റാണ് ഈശ്വരാരാധനയിലൂടെ ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു, ദേവിയെ എടുത്ത് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആ പ്രഹ്ലാദപുത്രന്മാർക്ക് സായുജ്യം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് അത് സാധിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ആ സമയം തന്നെ ദേവിയിൽ നിന്ന് മറ്റൊരു രൂപം കൂടി പുറത്തു വന്നു, തമോഭാവത്തിലുള്ള കാളി രൂപം. അങ്ങനെ കാളിയും മഹേശ്വരിയുമായി 2 ഭാവങ്ങളിലായി ദേവി ഒരേ സമയത്ത് പ്രകടമായി. അങ്ങനെ ഇവർ 2 പേരും കൂടി ഒരുമിച്ച് നേരെ എവിടേക്ക് പോവുകയാണ്? ഇവർ ഈ ശുംഭനിശുംഭന്മാരുടെ കോട്ടകൊത്തളത്തിനടുത്തേക്ക്, രാജ്യത്തേക്ക് പോവുകയാണ്. അങ്ങനെ ശുംഭനിശുംഭന്മാരുടെ കോട്ടയ്ക്ക് സമീപമായിട്ടുള്ളൊരു വനം, വലിയ ചുറ്റും ഉള്ളൊരു വനമുണ്ട്. ഈ വനത്തിലേക്ക് വന്നു ചേർന്നു. ഈ വനത്തിൽ വന്നതോടുകൂടി അവിടെ ദേവി അവിടെ ഒരു അരയാലിനകത്ത് സ്വർണം കൊണ്ടുള്ള ചരട് തീർത്ത് അതിനകത്തൊരു പൊന്നൂഞ്ഞാല് കെട്ടി ഈ ഊഞ്ഞാലിൽ കയറിയിരുന്ന് അങ്ങോട്ട് ആടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? നമ്മളൊക്കെ ഓണക്കാലത്തിൽ ആടുന്നത് പോലെ ദേവി ആ ഊഞ്ഞാലിലിരുന്ന് പാട്ടുപാടിക്കൊണ്ട് ദേവി ആ ഊഞ്ഞാലിലിരുന്ന് ആടാൻ തുടങ്ങി. ആ സമയത്ത് കാളി രൂപം ഭഗവതി തന്നെ പറഞ്ഞു. അതിസുന്ദരിയായിരിക്കുന്ന ആ പെൺകുട്ടിയായി ദേവി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശുംഭനിശുംഭന്മാരുടെ മന്ത്രിപ്രവരന്മാരായ ചണ്ഡമുണ്ടന്മാർ, ഇവർ 2 പേരും ഈ രാജ്യത്തിന് ഏതെങ്കിലും ഭീഷണിയൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ഈ മറ്റുള്ള അക്രമകാരികളെങ്ങാനും വന്ന് ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവരിടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? റോഡ് ചുറ്റും. മനസ്സിലായില്ലേ? ഇവർ ഈ കോട്ടയ്ക്ക് പുറത്ത് വനത്തിലൂടെയൊക്കെ ആരെങ്കിലും ശത്രുക്കളെങ്ങാനും വന്ന് പതിയിരിപ്പുണ്ടോ എന്നറിയാൻ ഇവർ ഈ വനത്തിലൂടെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ഊഞ്ഞാലിലാടുന്ന ദേവിയെ കണ്ടത്. ഈ ദേവിയുടെ കമനീയ രൂപം കണ്ടപ്പോൾ ഇവർ മോഹിക്കപ്പെട്ടു. അതിസുന്ദരിയായ മുടിയിഴകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് പാറിപ്പറക്കുന്ന അതീവ സുഗന്ധം പരത്തിക്കൊണ്ട് ഊഞ്ഞാലിലാടുന്ന ദേവിയുടെ മഹനീയ രൂപം കണ്ടപ്പോൾ ഇവർ മോഹിക്കപ്പെട്ടു. ഇവർക്കും ദേവിയെ കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം വന്നു. പക്ഷേ ഇവർ അതിനേക്കാളും കുറച്ച് ആർത്തി കൊണ്ടു. ഇവർ ശുംഭനിശുംഭന്മാരിൽ ശുംഭൻ്റെ പത്നിയായി ഈ ദേവിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ശുംഭൻ്റെ പ്രീതി കിട്ടും, അപ്പോൾ ഒരുപാട് സമ്പത്തും തങ്ങൾക്ക് കിട്ടും എന്നുള്ള മോഹം കൊണ്ട് തൽക്കാലം അവരുടെ ഉള്ളിൽ വന്ന മോഹത്തെ അടക്കി നേരെ ഇവർ ശുംഭൻ്റെ
അടുത്തേക്ക് എത്തി. ശുംഭൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ശുംഭൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശുംഭൻ ചോദിച്ചു, അല്ലയോ സുഹൃത്തുക്കളെ, നിങ്ങൾ വരുന്ന കാണുമ്പോൾ തന്നെ അറിയാം എന്തോ സന്തോഷം കൊണ്ടാണ് വരുന്നത്, എന്താണെന്ന് വെച്ചാൽ പറയണം. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഹേ ശുംഭ, അങ്ങ് എല്ലാം കൊണ്ടും ശ്രേഷ്ഠനാണ്, അങ്ങയ്ക്ക് അതിശ്രേഷ്ഠമായ പല സമ്പത്തുകളുമുണ്ട്. പക്ഷെ ആ സമ്പത്തിനെയൊക്കെ കടക്കുന്ന ഒരു വലിയ സമ്പത്ത് കൂടി അങ്ങയ്ക്ക് വരണം. ഒരു സൗന്ദര്യ രത്നം അങ്ങ് അണിയേണ്ടതുണ്ട്. അത് ഏത് രത്നം, അതെവിടെയാ ഉള്ളത്? ഇപ്പൊ തന്നെ പോയി അത് എടുത്തുകൊണ്ട് വരാൻ ആര് പറഞ്ഞു? ശുംഭൻ ഒക്കെ പറഞ്ഞു. ആ സമയത്താണ് പറഞ്ഞത്, അത് അങ്ങനെ എടുക്കുന്ന ഒരു രത്നമല്ല. ഈ കോട്ടയ്ക്ക് വെളിയിൽ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കാനനത്തിന് ഒരു പൊന്നൂഞ്ഞാല് കെട്ടി ഊഞ്ഞാലിൽ നാടുന്ന അതിസുന്ദരിയായ കേവലം 16 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു യൗവനയുക്തയായ ഒരു തരുണീമണിയെ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ട് ഞങ്ങൾ പോലും മോഹിച്ചു. അത്രയും സുന്ദരിയായ അവളെ അങ്ങയുടെ പട്ടമഹിഷിയാക്കി മാറ്റണം. ഒരു അർത്ഥത്തിൽ ചിലപ്പോൾ അങ്ങയെക്കുറിച്ചറിഞ്ഞ് അങ്ങയെ കാമിച്ച് അങ്ങയെ നേടാൻ വേണ്ടി വന്നവളായിരിക്കാനും സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങയുടെ ശക്തിയൊക്കെ അറിഞ്ഞ് അങ്ങയെ മോഹിച്ച് വന്നവളാവാനും സാധ്യതയുണ്ട്. എന്തായാലും അവളെ നേടിയില്ല എങ്കിൽ അങ്ങയ്ക്കതൊരു പോരായ്മയാണ്. അങ്ങ് ഇതുവരെ നേടിയ പലതുമുണ്ട്. ഗന്ധർവന്റെ രാജ്യം നേടിയിട്ടുണ്ട് അങ്ങ്, അതുപോലെ തന്നെ കുബേരന്റെ സദസ്സ് നേടിയിട്ടുണ്ട്, ധനമൊത്തം നേടി, ദേവലോകം നേടി. പക്ഷെ ഇതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് അവനും കൂടി അങ്ങയുടെ അടുത്ത് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഐശ്വര്യമായി മാറും എന്നൊക്കെ പറഞ്ഞു. ആ സൗന്ദര്യരത്നത്തെ അണിയാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ ചണ്ടമുണ്ടന്മാരുടെ വർണ്ണന കേട്ട് ആ മോഹിതനായി തീർന്നു ആര്? ശുംഭൻ. അവിടെ അജ്ഞാനത്തിൻ്റെ അധിപനാണ് ശുംഭൻ. അജ്ഞാനികൾ എപ്പോഴും എന്തിൽ വീഴും? മോഹത്തിൽ വീഴും. അങ്ങനെ മോഹത്തിലേക്ക് വന്ന് ഭവിച്ച ശുംഭൻ നേരെ അവിടെ തൻ്റെ മന്ത്രിയായ സുഗ്രീവനോട് പറഞ്ഞു, മന്ത്രി, വളരെ വേഗത്തിൽ പോയി ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് അവളോട് വളരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ അവൾക്ക് അങ്ങോട്ടൊരു വേണമെങ്കിൽ, മനസ്സിലായില്ലേ, എൻ്റെ ദയ കൊണ്ട് അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കാം എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട്, അഥവാ അവൾ വരാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ ബലമായി പിടിച്ച് ഇനി കൊണ്ടുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ അയച്ചു? ഈ സുഗ്രീവനെ അയച്ചു. ഈ സുഗ്രീവൻ അവിടെ ചെന്നു ശുംഭനെ കുറിച്ചൊക്കെ പുകഴ്ത്തി. ശുംഭൻ ത്രൈലോകാധിപതിയാണ്, വളരെ ശക്തനാണ്, ദേവന്മാരും ത്രിമൂർത്തികൾ പോലും ഭയന്ന് നിൽക്കുന്നതാണ്. ആ ശുംഭന്റെ പട്ടമഹിഷി ആവുക, മഹാറാണി ആവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേറൊന്നില്ല. അതുകൊണ്ട് ശുംഭന്റെ പട്ടമഹിഷിയാകാനുള്ള ഓഫറുമായിട്ടാണ് വന്നത്. വേഗം വരിക കൂടെ എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ സുഗ്രീവനോട് ദേവി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തനായ ആളാണ് ശുംഭൻ, സുന്ദരനുമാണ്. എനിക്കതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് വിരോധം ഒന്നുമില്ല. അതുമല്ല, എനിക്കും വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് നല്ലൊരു വരനെ കിട്ടാനുള്ള മോഹം എൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ ഞാനൊരു ചെറിയ തപസ്, ഒരു വ്രതം എനിക്കുണ്ട്. എന്താണ്? ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്ക് ലഭിക്കുന്ന വരൻ ധീരനായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം. ഇത്രയും ഞാൻ സുന്ദരിയായ എനിക്ക് കഴിവ് കെട്ട ഒരു ഭർത്താവിനെ കിട്ടിയാൽ ലോകം നിന്ദിക്കും. അപ്പോൾ ഈ സമയം സുഗ്രീവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ശുംഭനേക്കാൾ കഴിവുള്ള വേറെ ആരാ ഉള്ളത്? അല്ല, എന്നാൽ ആ കഴിവ് എനിക്കൊന്നും ബോധ്യപ്പെടണമല്ലോ. ഇപ്പം വരെ നിങ്ങൾ പറഞ്ഞിട്ടാണ്, മനസ്സിലായില്ലേ? പറഞ്ഞത് കൊണ്ടും കേട്ടത് കൊണ്ട് കാര്യം യാഥാർത്ഥ്യമാവണമെന്നുണ്ടോ? ഇല്ല. അപ്പം നേരിൽ അനുഭവപ്പെടണം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? പേരിന് വേണ്ടിയാണെങ്കിലും എന്നോടൊന്ന് യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിച്ചാൽ ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിക്കാം. അങ്ങനെ ഞാനൊരു തീരുമാനം എൻ്റെ വിവാഹത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കേട്ട് സുഗ്രീവൻ പൊട്ടിച്ചിരിച്ചു. സുഗ്രീവൻ ചോദിച്ചു, ആര് യുദ്ധം ചെയ്യണമെന്ന്? അതായത് പുലി വന്ന് എലിയോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് പോലെ ആയല്ലോ പെങ്കൊച്ചെ. നിന്നോട് ശുംഭൻ വന്ന് ശുംഭനെ കണ്ടാൽ തന്നെ നിന്റെ മുട്ടു കുറയ്ക്കും. പിന്നെ ആയുധമെടുക്കാനുള്ള ആരോഗ്യം നിനക്ക് കാണത്തില്ല. നിന്റെ കണ്ണിന് ഇരുട്ട് കയറും. ശുംഭനൊന്ന് അലറിയാൽ തന്നെ നീ 100 കാതം ദൂരെ പോയി തെറിച്ചു വീഴും. അങ്ങനെയുള്ള ശുംഭൻ നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ തമാശയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ആ സമയത്ത് ദേവി പറഞ്ഞു, അങ്ങനെ വലിയ യുദ്ധമൊന്നും വേണ്ട, ഞാനിങ്ങനെ ഒരു വ്രതം എടുത്തത് കൊണ്ട്. ഇപ്പൊ പറഞ്ഞത് കേട്ട് തന്നെ ഞാൻ മോഹിച്ച് നിൽക്കുക, മനസ്സിലായില്ലേ? ആരില്? ശുംഭനില് മോഹിച്ചങ്ങനെ നിൽക്കുക. പിന്നെ പേരിന് വാക്കുമാറി എന്നൊരു പേരുദോഷം വരല്ലോ. അതുകൊണ്ട് പേരിന് വന്ന് ഒന്ന് യുദ്ധം ചെയ്താൽ മതി. അങ്ങനെ യുദ്ധം ചെയ്താൽ ഉടനെ തന്നെ വിവാഹം കഴിക്കാം എന്നുകൂടി പറഞ്ഞയച്ചു. അങ്ങനെ നേരിട്ട് ഇവിടെ നേരെ
ഈ സുഗ്രീവൻ നേരെ പോയി ശുംഭനോടും നിശുംഭനോടും ഒക്കെ ഈ കാര്യം പറഞ്ഞു. ഈ കാര്യം കേട്ടപ്പോൾ ശുംഭൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ അത്രയും തൻ്റെ ഇടത്തോടു കൂടി എന്നോട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവളാണെങ്കിൽ അവൾ കുറച്ചുകൂടി ധൈര്യശാലി കൂടാണ്. അപ്പോൾ ധൈര്യശാലി സൗന്ദര്യം മാത്രം പോരല്ലോ അല്ലേ, ധൈര്യശാലി കൂടിയായ അവളെ ഭാര്യയായി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ തന്നെ നേരിട്ട് യുദ്ധത്തിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറായപ്പോൾ നിശുംഭൻ തടഞ്ഞിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങേക്ക് നാണമാവുന്നില്ലേ? ഒരു പീറ പെണ്ണിന് വേണ്ടി അങ്ങ് ആയുധം എടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങേക്കാണ് അപമാനം, അങ്ങയെ പലരും പുച്ഛിക്കും. അതുകൊണ്ട് അവൾ പേക്കോലം കൊണ്ട് കാമഭ്രാന്തം പൂണ്ട അവൾ ചിലപ്പോൾ അങ്ങയെ നേടാൻ വേണ്ടി പല തന്ത്രങ്ങളും പ്രയോഗിക്കുന്നത് ആണ്. അങ്ങയെ അവൾ വശം കെടുത്തിമോ എങ്ങനെ അങ്ങയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവളെ കാഴ്ചയിൽ നിർത്താൻ ശ്രമിക്കുന്നതാണ്. ചടുലതയുള്ള സ്ത്രീ, പ്രത്യേകിച്ചും അത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു തന്ത്രമാണ് തനിക്ക് ലഭിക്കുന്ന പുരുഷൻ എന്നും തൻ്റെ കാഴ്ചയിൽ കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട്. അതുപോലെയുള്ള ഏതോ കുടിലയായ സ്ത്രീയാണ് ഇവളെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് തന്നെ അങ്ങ് അവളോട് യുദ്ധം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങയെ വേഷം കെട്ടിക്കുന്നല്ലേ, ഭർത്താക്കന്മാരെ വേഷം കെട്ടിക്കുന്ന ചില ഭാര്യമാരുണ്ട്. അതുപോലെയുള്ള ഒരു കുടിലയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് യുദ്ധം ചെയ്യാൻ പോകരുത് എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ കേട്ടപ്പോൾ പറഞ്ഞു, അത് മാത്രമല്ല, അങ്ങനെ പോകുന്നതിന് പകരം അങ്ങ് എന്ത് ചെയ്യാം, വേറെ ആരെങ്കിലും അയക്കുക. അവൾ വന്നില്ല എങ്കിൽ അങ്ങയുടെ കീഴിലുള്ള ആൾക്കാരേക്കാൾ ശക്തനാണ് അങ്ങ്. അപ്പോൾ അതിനേക്കാൾ അങ്ങ് പോയി കീഴടക്കാൻ തന്നെ അങ്ങേക്കാൾ ദുർബലരായ ആളിനെ വിട്ടാൽ അവർക്ക് പിടിച്ചോണ്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ നിസ്സാരമായി. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ദ്രുമലോചനൻ എന്ന് പറയപ്പെടുന്ന ആ മന്ത്രിയെ സൈനാധിപനെ ഏൽപ്പിച്ചു. ആ സൈനാധിപൻ നേരെ ദേവിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അങ്ങനെ ചെല്ലുന്ന സമയത്താണ് ദ്രുമലോചന് ചെന്ന് ഇത് കണ്ടപ്പോൾ ദ്രുമലോചൻ പെട്ടെന്ന് വിസ്മയിക്കപ്പെട്ടു പോയി. എന്താ കാരണം? ഇവിടെ ചണ്ടമുണ്ടന്മാർ പറഞ്ഞതും സുഗ്രീവൻ വന്ന് പറഞ്ഞതും അതിസുന്ദരിയായ അല്ലേ സ്ത്രീ ആയിട്ടാണ് എങ്കിൽ ഇവിടെ ദ്രുമലോചൻ ചെല്ലുമ്പോൾ കണ്ടത് കരിങ്കാളിയാണ്. ദേവി ആ സുന്ദര രൂപത്തെ മാറ്റി കരിങ്കാളിയായി. മനസ്സിലായില്ലേ? കറുത്തിരുണ്ട് ഉണ്ട കണ്ണോടുകൂടി ദ്രംഷ്ടകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഭീകര രൂപത്തിലായിരിക്കുന്നു അവിടെ ദേവി നിൽക്കുന്നു. അപ്പോൾ ഈ ദ്രുമലോചൻ ചിന്തിച്ചു, ഈ ചണ്ടമുണ്ടന്മാരുടെ കണ്ണിന് പല കുഴപ്പമുണ്ടോ? സുഗ്രീവൻ ഇങ്ങനെ അബദ്ധം പറ്റിയോ? കാരണം എന്താ, ഈ വൃത്തികെട്ട രൂപത്തെ കണ്ടിട്ടാണോ വന്ന് ശുംഭരാജാവിനോട് സുന്ദരിയാന്നൊക്കെ പറഞ്ഞത്? ഈ രൂപത്തെ കണ്ടിട്ട് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ രൂപത്തെ കാണുന്ന ശുംഭൻ പറയുന്ന ആളിനെ കൊല്ലും. ശരി, എന്തായാലും അയച്ചതല്ലേ, അയച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ഇവളെ പിടിച്ചു എവിടേക്ക് കൊണ്ടുചെല്ലാം, അവിടെ ശുംഭനെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താം, യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താം. ഒരിക്കലും ശുംഭൻ ഇവിടെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല, അത്ര വിരൂപയാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. അങ്ങനെ പരിഹാസം നീണ്ടു നിൽക്കുമ്പോൾ ദേവി പറഞ്ഞു, പരിഹാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നീ വേണമെങ്കിലോ എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതിശക്തമായ യുദ്ധത്തിൻ്റെ ഒടുവിൽ അവിടെ ദേവി ഒരു ഹുങ്കാര ശബ്ദത്തോടു കൂടി ആ ശക്തിയായ പ്രഹരം കൊണ്ട് ദ്രുമലോചന ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ ദ്രുമലോചന വധിക്കപ്പെട്ടതറിഞ്ഞ് പിന്നീട് ചണ്ടമുണ്ടന്മാർ വരുന്നു. ഇവർ സഹോദരങ്ങളാണ്, ചണ്ടനും മുണ്ടനും. അങ്ങനെ ചണ്ടമുണ്ടന്മാർ രണ്ടുപേരും കൂടി വന്നു. ഇവർ രണ്ടുപേരും വന്നപ്പോൾ ദേവി രണ്ട് ഭാവത്തിലേക്ക് കാളികയായും അതുപോലെ തന്നെ ഭദ്രയായും മാറി. ആ ഭദ്രയായും കാളികയായും പരാശക്തി എന്ന് പുറപ്പെട്ട ദേവിമാർ ഇവർ രണ്ടുപേരോടും കൂടി അതിശക്തമായ യുദ്ധമായി. അങ്ങനെ അതിശക്തമായ യുദ്ധത്തോടു കൂടി അങ്ങനെ ആ യുദ്ധത്തിൽ ഇവർ പലരെയും പരിപൂർണമായിട്ട് വിഴുങ്ങുകയും അതുപോലെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ചണ്ടമുണ്ടന്മാരുടെ പടയാളികളെയൊക്കെ തന്നെ വകവരുത്തി. അങ്ങനെ ചണ്ടമുണ്ടന്മാർ യുദ്ധാസന്നരായി വരുന്ന സമയത്ത് ഭൈരവി രൂപത്തിലേക്ക് മാറുന്ന അതിശക്തമായ ഭാവത്തിലേക്ക് ദേവി എത്തപ്പെട്ടു. ആ ദേവി തൻ്റെ ഖഡ്ഗത്താൽ ചണ്ടന്റെ കണ്ഠം ഛേദിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് മുണ്ടനെയും ദേവി എന്ത് ചെയ്തു, വധിച്ചു. അങ്ങനെ ചണ്ടമുണ്ടന്മാരെ വധിച്ചതോടുകൂടി ചണ്ഡികയായും ചാമുണ്ടിയായും എന്ന പേര് ദേവിക്ക് വന്നു. അങ്ങനെ ദേവി അവരെയും വധിച്ചു. അത് കഴിഞ്ഞതോടുകൂടി രക്തബീജൻ രംഗത്തേക്ക് വന്നു. ഈ രക്തബീജൻ മുമ്പ് രംഭനാണ്. ആ രംഭനായ രക്തബീജൻ വന്നു. രക്തബീജൻ വന്നിട്ട് പറഞ്ഞു, അസുരകുലത്തിലെ മാർത്താണ്ഡനാണ് താൻ. ആദ്യം തന്നെ സ്വയം പുകഴ്ത്തി ദേവി എടുത്ത് പറയുകയാണ്, ഞാൻ ആരാണ്? അസുരകുലത്തിലെ മാർത്താണ്ഡനാണ്. മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ ആരാ? സൂര്യൻ.
അസുരകുലത്തിൻ്റെ സൂര്യനാണ്. ഞാൻ ശുംഭനിശുംഭന്മാരുടെ കീഴിൽ നിൽക്കുന്നതേ ഉള്ളൂ, അവരെക്കാൾ ശക്തിമാനാണ്. അതുകൊണ്ട് ഇതുവരെ കാട്ടിയതൊക്കെ ദുർബലന്മാരായ ചണ്ടമുണ്ടന്മാരോട് ധ്രുവലോചനോടൊക്കെ കാട്ടിയതുപോലെ എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുമ്പിൽ നടക്കും, എൻ്റെ പുറകിൽ മിണ്ടാതിഞ്ഞ് നടന്നോണം. മനസ്സിലായില്ലേ? അവിടെ ചെന്ന് കല്യാണം കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ദേവി പറഞ്ഞു, അസുരകുലത്തിലെ മാർത്താണ്ഡൻ ഇന്ന് ഉദിച്ചു, ഇന്ന് അസ്തമിച്ചാൽ പിന്നെ ഒരിക്കലും ഉദിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ അന്ത്യം ഇന്ന് തീർന്നടാ. മനസ്സിലായില്ലേ? ഇന്നത്തെ ഉദയത്തോടു കൂടി ഇനി ഒരിക്കലും ഉദിക്കാൻ നീ ഉണ്ടാവില്ല. ഇന്നത്തെ അസ്തമനം നിന്റെ അന്തിമ അസ്തമനമാണെന്ന് പറഞ്ഞു. പ്രകോപിതനായി മാറിയ രക്തബീജൻ ഭഗവതിയുമായിട്ടുള്ള യുദ്ധമായി അതിശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ രക്തബീജന്റെ ശരീരത്ത് നിന്ന് പൊടിയുന്ന രക്തത്തിൽ നിന്ന് പോലും അനേക രക്തബീജന്മാർ വന്നു. അങ്ങനെ ആ യുദ്ധം മുന്നോട്ട് പോയി. ആ യുദ്ധം ഇങ്ങനെ അതിശക്തമായ യുദ്ധം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് രക്തബീജൻ ഇടയ്ക്ക് ആകാശമാർഗത്തിലെത്തും. ആ സമയത്ത് കാളികാദേവി മുകളിലേക്ക് എത്തി ആകാശത്തിൽ വെച്ച് യുദ്ധം ചെയ്യും, ഇടയ്ക്ക് ഭൂമിയിലേക്ക് ചാടും. അങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ രക്തബീജൻ അനേകം രക്തബീജന്മാരുണ്ടാകുന്നത് കണ്ട് അവിടെ കാളി തൻ്റെ വാഹനമായ വേതാളത്തെ അവിടേക്ക് സന്നിവേശിപ്പിച്ചു. വേതാളം ഈ രക്തത്തെ മുഴുവൻ നക്കി കുടിക്കാൻ തുടങ്ങി. ആ രക്തബീജൻ അതിശക്തമായ ആയുധങ്ങളുമായി വീണ്ടും ദേവിയെ കടന്നാക്രമിച്ചു. ദേവി എന്ത് ചെയ്തു? ഈ രക്തബീജനെ പൂർണ്ണമായും ആയുധങ്ങളോടൊപ്പം പിടിച്ച് വായ്ക്കുള്ളിലേക്ക് അങ്ങ് വീഴുകി. കാര്യം വായ്ക്കുള്ളിൽ പോയാൽ പിന്നെ രക്തം എങ്ങും വീഴില്ല. അതോടുകൂടി രക്തബീജന്റെ കാര്യവും തീർന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് ശുംഭനിശുംഭന്മാരുടെ ഇടയിൽ ചർച്ചയായി. അല്ല, എന്തോ ഒരു അപകടമുണ്ട് എന്ന് നിശുംഭനും പറയാൻ തുടങ്ങി. കാരണം എന്താ? അയോനിജയായ സ്ത്രീ അല്ലേ, അയോനിജയുടെ കൈകൊണ്ടാണ് മരണമുണ്ടാകുന്നത്. ഇത് നമ്മുടെ യുദ്ധം ചെയ്യുന്നവളും ഒരു സ്ത്രീയാണ്. പക്ഷേ ഒന്നല്ല, ഇവള് ചിലപ്പോൾ 3 ചിലപ്പോൾ 2 ചിലപ്പം 1. മനസ്സിലായില്ലേ? 1 ഭാവത്തിലുമുണ്ട്, 2 ഭാവത്തിലുണ്ട്, 3. എന്താ ഈ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ നിയന്ത്രിക്കുന്ന ഭാവം ത്രിഗുണമാത്മകമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇടയ്ക്ക് 2 ഗുണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? സത്വവും തമോസും. അതാണ് ദേവി ആരംഭിച്ച സ്ഥലത്ത് 2 ഭാവം ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? സത്വവും തമസും. സത്വവും തമസും മാത്രമാണ് യഥാർത്ഥത്തിലെ ഗുണം. മനസ്സിലായില്ലേ? ഈ സത്വവും തമസും ചേരുന്നതാണ് രജോ ഗുണം. കാരണം ഈ സത്വ തമസുകൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇവരെ ചേർന്നുകൊണ്ട് ഇടയ്ക്ക്. നമ്മളിപ്പോൾ പറയല്ലേ, പകല് രാത്രി അല്ലേ? പകല് സൂര്യനുള്ളപ്പോൾ രാത്രി സൂര്യനില്ലാത്ത. പക്ഷേ ഈ പകലും രാത്രിയും ചേരുന്നൊരു സമയമില്ലേ? സന്ധ്യ അല്ലേ? സന്ധ്യയ്ക്ക് ഇത് 2ൻ്റെയും കൂടെ ഒരു മിക്സിങ്ങാണ്. ഇതുപോലെയാണ് രജോ ഗുണം. രജോ ഗുണം പൂർണ്ണമായ ഒരു തത്വമല്ല. അതായത് ഇതിനകത്ത് സത്വഗുണത്തിൻ്റെ ഭാഗം ഉണ്ടാവും. മനസ്സിലായില്ലേ? തമോ ഗുണത്തിൻ്റെ ഭാഗവും ചേരും. ഈ തത്വത്തെ കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ ദശരഥൻ പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞ് ലഭിക്കുന്ന പായസം പങ്കുവെക്കുന്ന ആ ഭാഗം ഒന്നെടുത്ത് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? ആ പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ദശരഥൻ ആദ്യം പായസത്തിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? കൗസല്യക്ക് കൊടുത്തു. 2ാമത്തെ ഭാഗം കൈകേയിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എഴുത്തച്ഛനും വാൽമീകിയൊക്കെ ഒരു വരിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്താ പ്രാധാന്യം? ആ വരിയൊന്ന് ചിന്തിച്ചാൽ മതി. എന്താ വരിക്ക് പ്രാധാന്യം? ശൈതല്യാത്മന്യ മനസ്സോടെ. മനസ്സിലായില്ലേ? ശിഥിലമായ മനസ്സോടെ, തകർന്ന മനസ്സോടെ കയ്യേക്കും. ഇപ്പം ചിലരതിനെ വ്യാഖ്യാനിക്കുന്നത് കയ്യേക്ക് പിന്നീട് ദുഷ്ടത്തരം കാണിച്ചവളാണ്, അതുകൊണ്ടൊന്നുമല്ല. അത് പിന്നീടാണ്. രാമനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവൾ കയ്യേക്കായിരുന്നു, കൗസല്യേക്കാളും, മന്ദര ഇടപെടുന്നത് വരെ. മനസ്സിലായില്ലേ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ സത്വഗുണ ഭാവത്തിൽ നിന്ന്, മനസ്സിലായില്ലേ, തമോഭാവത്തിലേക്ക് താഴുമ്പോൾ ആത്മാവിനുണ്ടാകുന്ന ശൈതല്യം, അതാണ് ഇവിടുത്തെ ലക്ഷണം. ഇവിടെ ദശരഥൻ എന്ന് പറഞ്ഞാൽ ആത്മാവും, പത്നിമാർ മൂവരെന്ന് പറഞ്ഞ ത്രിഗുണങ്ങളും, അവർക്ക് ലഭിക്കുന്ന ധർമാർത്ഥ കാമമോക്ഷത്തിൻ്റെ പ്രതീകം 4 മക്കളും എന്ന തത്വത്തിലേക്കൊക്കെ പല അർത്ഥതലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശൈതല്യം എന്ന് പറഞ്ഞാൽ ശിഥിലം, ഇടറുന്ന മനസ്സോടെ. ഇനി ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ജനിച്ചത് കൊണ്ട് തന്നെയാണ് ഗുണസമ്മിശ്രമാണ് രാമലക്ഷ്മണന്മാരെ പരശത്രുക്കന്മാരെ സ്വഭാവം. രാമന്റെ ഭാഗത്ത് സത്വഗുണത്തിൽ നിന്ന് ലഭിച്ച പായസത്തിന്റെ ഭാഗത്തിൽ നിന്ന് ജനിച്ച ലക്ഷ്മണൻ രാമന്റെ നിഴലായി കൂടി. മനസ്സിലായില്ലേ? കൈകേയിയിൽ നിന്ന് ലഭിച്ച പായസത്തിന്റെ ഭാഗമായി വന്ന ശത്രുഘ്നൻ
ഭരതൻ്റെ ഒപ്പം ചേർന്ന് അല്ലേ, 2 ഭാഗം തിരിഞ്ഞ് തന്നെ വരുന്നു. ഇതൊക്കെ ഈ പുരാണങ്ങളിലെ ഓരോ ജനന തത്വങ്ങളും ഇത്തരത്തിലുള്ള ജ്ഞാനത്തെ പകരുന്നതുമാണ്. ഇവിടെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ദേവി അങ്ങനെയാണ് ത്രിഗുണഭാവത്തെ, കാരണം കർമ്മമാണല്ലോ ഇവിടെ എന്തിനെ ഇല്ലാതാക്കുന്ന, ആസുരികതയെ ഇല്ലാതാക്കുന്ന. മനസ്സിലായില്ലേ? അപ്പൊ ആസുരികതയെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തമോ ഗുണത്തെ കളയണം, രജോ ഗുണത്തെ കളയണം, സത്വഗുണത്തെയും കളയണം. മനസ്സിലായില്ലേ? പൂർണ്ണമായി സത്വഗുണം നല്ലതാണെങ്കിലും അതിനെയും ശുദ്ധീകരിക്കണം. അതാണ് ഗുണാതീതം തുരീയം. അപ്പോൾ ഓരോ ഗുണത്തെ ഇല്ലാതാക്കാനാണ് ദേവി അതാത് ഗുണസ്വരൂപത്തിൽ ദേവി, അതാണ് 3ഉം 2ഉം 1ഉം. മനസ്സിലായില്ലേ? എന്ന ഭാവത്തിൽ ദേവി നിറഞ്ഞാടുന്നത്. അപ്പോൾ ഈ ചർച്ച വന്നു. അപ്പോൾ ഇവിടെ പോയിട്ട്, അപ്പോൾ ഇവിടെ ഈ ചർച്ച വരുന്ന സമയത്ത് ശുംഭ നിശുംഭന്മാർ മാത്രമാണ് അവശേഷിക്കുന്നത്. അവർ പറഞ്ഞു ഇവിടെ ഇതൊരു മായാക്കളിയാണ്, തൽക്കാലം യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് മന്ത്രി പറഞ്ഞു. ശുംഭൻ പറഞ്ഞു അത് വീരുക്കൾക്കുള്ളതാണ്, മരണമുണ്ടായാലും ധീരന്മാർ ഭയന്ന് മാറി നിൽക്കുകയില്ല. അതുകൊണ്ട് ഞാനൊരു ധീരനാണ്, മരണം സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ, ഭയന്ന് ഒളിച്ചിരിക്കാൻ തയ്യാറല്ല. എന്ത് വന്നാലും ഇത് കേവലം ഒരു മായാക്കളിയാണ്, ഇവിടെ ഏതോ മായാമറുതയാണ്, അല്ലാതെ ഇതൊന്നും വലിയ അയോനിജയായ ദേവീഭാവമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ഇവർ പുറപ്പെടുകയാണ്. അപ്പം മരണത്തെ ധീരന്മാരെന്തെയും മരണത്തെ ഭയക്കാറില്ല, മരണത്തെ നിഗ്രഹിക്കാറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധകളത്തിലേക്ക് എത്തി. അങ്ങനെ നിശുംഭൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. നിശുംഭനെ ദേവി വധിച്ചു. അത് കഴിഞ്ഞ് നേരെ ശുംഭൻ നേരെ ഭഗവതിയെ വധിക്കാൻ വേണ്ടി തയ്യാറായി ഭഗവതിയുമായി അതിശക്തമായ പോരാട്ടത്തിലേക്കാരെത്തി. ശുംഭനെത്തി. പരാക്രമിയായ ശുംഭന്റെ 2 കരങ്ങളും ഭഗവതി അറുത്ത് കളഞ്ഞു. ആ കരങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ശുംഭൻ തൻ്റെ തല കൊണ്ടുവന്ന് ആരെ ഇടിക്കാൻ വന്നു? ഭഗവതിയെ ഇടിക്കാൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഭഗവതി ശുംഭന്റെ 2 കാലും മുറിച്ചു. 2 കാലും മുറിക്കപ്പെട്ട് ആ കാലുകൾ 2ഉം നഷ്ടപ്പെട്ട ശുംഭൻ ആ മുറിഞ്ഞ കാലുകൾ നിലത്ത് ഊന്നി ആ കാലുകളിൽ നിന്നുകൊണ്ട് നേരെ തൻ്റെ ശിരസ് കൊണ്ട് വീണ്ടും ഭഗവതി, കാരണം അത്ര പരാക്രമിയാണ് ആര്? ശുംഭൻ എന്ന് പറഞ്ഞു. കൈ നഷ്ടപ്പെട്ടു, കാലുകൾ നഷ്ടപ്പെട്ടു, എന്നിട്ടും കരചരണങ്ങളെ ഛേദിച്ചു. അല്ലേ? ഇവിടെ എന്താ ഈ കരചരണങ്ങളെ ഛേദിച്ചു എന്നതിൻ്റെ തത്വം? കർമ്മബന്ധങ്ങളെ ഛേദിച്ചു. അതാണ് സാക്ഷാൽ ഭദ്രകാളി ഈ കരചരണ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? കയ്യും കാലും ഒക്കെ അല്ലേ ദൈവം ഉടയാടയായിട്ട് എടുത്തിരിക്കുന്നത്. എന്തിനാണ്? കർമ്മബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവൾ, കർമ്മബന്ധ വിമോചിന്യേ നമഃ, അല്ലേ? ദൈവിയെ സ്തുതിക്കുന്നത്. അപ്പം കർമ്മങ്ങളാണ് ജീവിതത്തിൽ നമ്മളെയൊക്കെ ആസുരികമായും ദൈവികമായും പലതരത്തിലുള്ള ബന്ധങ്ങളിൽ കൊണ്ട് തളയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം സർവ്വകർമ്മ ബന്ധങ്ങളെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ത്രിഗുണത്തെയാണല്ലോ കർമ്മത്തിന് ആധാരം, അല്ലേ? അതാണ് ത്രിഗുണഭാവത്തിൽ ദേവി വന്നത്. ഈ ത്രിഗുണത്തിൻ്റെ മൂർത്തഭാവമാണ് ആര്? ശുംഭൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? തൃശൂലം കൊണ്ട് വധിച്ചു. മനസ്സിലായില്ലേ? അത് മഹാദേവൻ്റെ കയ്യിൽ തൃശൂലം ഇരിക്കുന്നത് എന്തിനാണ്? അവിടെ ത്രിഗുണങ്ങളെ ഹരിക്കാനാണ്. അല്ലാതെ ഓരോ ആയുധത്തിനും ഓരോ രൂപം കൊടുത്തതിനും വെറുതെ അല്ല. അവിടെ എന്തിനെ വധിക്കണം? ആ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും സത്വം. അപ്പോഴാണ് ഡെക്കാമൃതയുടെ താളങ്ങൾ കേൾക്കാം ഉടനപ്പോൾ ഭഗവാന്റെ നാദം നമ്മുടെ ഉള്ളിൽ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ത്രിഗുണത്തെ വധിക്കാൻ, മനസ്സിലായില്ലേ, നമ്മുടെ കരചരണങ്ങളെ വേദിച്ച് കർമ്മബന്ധങ്ങളെ വിച്ഛേദിച്ച് ആസുരിക ദുർവൃത്തികളിൽ നിന്ന് മോചിപ്പിച്ച് പരിപൂർണമായും ഈശ്വര സ്വരൂപം, അതാണല്ലോ സായൂജ്യം, അല്ലേ? ദേവി പറഞ്ഞത് എന്താ? ഇവരെ കൊല്ലുമെന്നല്ല പറഞ്ഞേ, അവർക്ക് സായൂജ്യം കൊടുക്കലാണ്. സായൂജ്യം നമുക്കും വേണ്ടതാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ശുംഭനിശുംഭന്മാരുണ്ട്, മനസ്സിലായില്ലേ? അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ദുർഗുണങ്ങളുണ്ട്. ഒന്നിനെ ഇല്ലാതാക്കുമ്പോൾ ഉടനെ പോയി അടുത്തത് മുള പൊട്ടും, മനസ്സിലായില്ലേ? അതുപോലെ ചണ്ടമുണ്ടന്മാരും ഉണ്ട്. നമ്മളിലുള്ള കാമമോഹങ്ങളുണ്ട്. അതാണ് ദേവിയിലേക്ക് വന്ന കാമമോഹങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ കാമമോഹങ്ങൾക്ക് വശംവദരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഗുണത്തിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാകും. അവൻ്റെ അഹംഭാവം വർദ്ധിക്കും. ഈ അഹംഭാവത്തേക്ക് വെടിഞ്ഞ് പരിപൂർണമായും എപ്രകാരമാണോ സായുജ്യത്തെ നേടേണ്ടത് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതാണ് ശുംഭ നിശുംഭ വധം, അല്ലെങ്കിൽ സായുജ്യം എന്ന് പറയാവുന്നത്.